കേരളത്തിൽ 379 പേർ കൂടി കോവിഡ് ബാധിച്ചു. ചികിത്സയിലുള്ളവരുടെ എണ്ണം 2522 ഉയർന്നു. ഇന്നലെ കോവിഡ് ബാധിച്ച് 2 പേർ മരിച്ചു. അതേസമയം രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. MG പ്രതീഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. തുടർച്ചയായി 300-ന് മുകളിലാണ് കേരളത്തിൽ സ്ഥിരീകരിക്കുന്ന കോവിഡ് രോഗികളുടെ എണ്ണം. ഇന്ന് 379 പേർക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ 2522 പേർ സംസ്ഥാനത്ത് രോഗം ബാധിച്ച് നിലവിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. പക്ഷേ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴും പറയുന്നത്. കാരണം ഓരോ ദിവസവും രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുകൾ രോഗമുക്തി നേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗം ബാധിച്ചാൽ തന്നെയും അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാതെ പെട്ടെന്ന് തന്നെ രോഗമുക്തി നേടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. രാജ്യത്തും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ 797 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി രാജ്യത്ത് കോവിഡ് ബാധിച്ച ചികിത്സയിൽ കഴിയുന്ന ആകെ രോഗികളുടെ എണ്ണം 4091 പ്രധാനമായും JN1 വകഭേദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോവിഡ് വ്യാപനത്തിന് കാരണം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ JN1 വകഭേദം ബാധിച്ച സംസ്ഥാനം കേരളമാണ്. 170-ന് മുകളിൽ ആളുകൾക്കാണ് JN1 കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൊട്ടു പിന്നിൽ കർണാടക, തമിഴ്നാട്, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ നിലവിൽ അത്തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് രോഗം വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിൽ വലിയ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം എന്തായാലും നിലവിലില്ല. കേരളത്തിലെ സാഹചര്യം ആരോഗ്യവകുപ്പ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണങ്ങളടക്കം വേണ്ട ഒരു നില ഇപ്പോഴില്ലെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴും അറിയിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.